പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. യേശു പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, ഗുരു പ്രാർത്ഥിക്കുകയാണ്, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് യേശുവിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടത്? യേശുവിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നുള്ളതിന് ഉത്തമമായ ഒരു മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്നും രാവിലെയും വൈകുന്നേരത്തും വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്ന ഗുരുവിനെയാണ് നാം കാണുന്നത്. എന്നാൽ ഗെത്സമനയിലേക്ക് അടുത്ത സമയത്ത് യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സമയമെടുത്തപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമത്രേ. യേശു ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. യേശു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? യേശുവിന് അറിയാമായിരുന്നു അടുത്ത നിമിഷത്തിൽ വരാൻ പോകുന്നതൊരു വലിയ പരീക്ഷയാണ്. ഈ പരീക്ഷ അതിജീവിക്കണമെങ്കിൽ, ഈ പരീക്ഷയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നാം അതിൽ നിന്ന് പഠിക്കേണ്ടത്, ദൈവവചനം ലഭിച്ചവന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിന് വചനം ലഭിച്ചു, ആ വചനം ചൊല്ലി തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് വചനം? ആ വചനത്തിൻ്റെ വെളിപ്പാട് എന്താണ്? അത് ഗ്രഹിക്കാൻ കഴിയാതിരുന്നാൽ നാമും പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയേക്കാം. പരീക്ഷ വരുന്നുണ്ട്, ദുർദിവസങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു പക്ഷേ ഇഷ്ടമല്ല എന്ന് നാം പറയുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. എന്നാൽ ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ, ആ പരീക്ഷയുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിന് ഒരുക്കമുണ്ട്, ജഡം ബലഹീനമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വചനം യേശുവിന് ലഭിച്ചപ്പോൾ യേശു ആ വചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനൊരു വചനം ഇന്ന് പകൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാതിരുന്നാൽ പരീക്ഷയിൽ അകപ്പെടുമെന്നുള്ള വചനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജഡം ബലഹീനമാണ് എന്ന വചനം, അകത്തൊരുക്കമുള്ളൊരു ആത്മാവുണ്ടെങ്കിലും ആ ഒരുക്കത്തെ, ആ മുന്നേറ്റത്തെ ഒക്കെ തടയുന്ന ഒരു ബലഹീനത നിങ്ങളിൽ തന്നെയുണ്ട് എന്ന വചനം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കും എന്നുള്ള വചനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകും. അതേ പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യനാഴികയാണ്. വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ
നാം പ്രാർത്ഥനയിൽ സുബോധമുള്ളവരാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരീക്ഷകൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ഏത് നേരവും പ്രാർത്ഥിക്കുക. മുൻപിലുള്ള പരീക്ഷകളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.